ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ കോഴിക്കോടേക്ക് പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കാട്ടോ. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അപ്പം പോയിട്ട് വരാം. അപ്പോൾ ഞങ്ങളിതാ ഗൈസ് കെട്ടിൻ്റെ മുകളിൽ കൂടിയെല്ലാം നടന്നു പോകണം. താഴെ മൊത്തം ചളിയാണ്. മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇപ്പോൾ മഴ പെയ്യാത്തതുകൊണ്ട് തന്നെ, വെയിലായതുകൊണ്ട് തന്നെ വെള്ളമെല്ലാം വറ്റിയുണ്ട്. ഇവളിത് ഇതേ നടന്ന് വരിക കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് കുറച്ച് നടക്കാനുണ്ട്, ഒരു 15 മിനിറ്റോളം നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ്. ഗൈസ് നോക്കി, ഇവിടെ ഡ്രസ്സ് ഫുൾ കളർഫുള്ളാണ്. ഞങ്ങൾ ഇത് കോഴിക്കോട് പോയപ്പോൾ മുന്നേ SM പോയപ്പോൾ എടുത്ത കേട്ടോ. ഒരു ഓണത്തിന് പൂക്കളിട്ട മാതിരി ഉണ്ടല്ലേ, ഞാൻ ചുമ്മാ എന്നൊരു പറയാനാണ്. അപ്പം നടന്നിട്ട് ഇങ്ങ് എത്തുന്നില്ല. ഇത് ഫുട്ബോളൊക്കെ കളിക്കുന്ന സ്ഥലമായിട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ റെയിൽ കടന്ന് പോകണം കേട്ടോ. അപ്പോൾ നല്ല വെയിലായിരിക്കും, അതുകൊണ്ട് വെളുതെ കുടയൊക്കെ ചൂടുന്നുണ്ട്. റെയിലിൻ്റെ മുകളിൽ കൂടെ നടന്നു. ഇവിടെ ഇപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോൾ ആക്കി കേട്ടോ, അതുകൊണ്ട് നമുക്ക് സുഖമാണ്, ഇതിനെ നടന്ന് വരാൻ പറ്റും. അല്ലാണ്ട് മൊത്തം ചളിയായിരിക്കും മഴക്കാലത്ത് വെള്ളമെല്ലാം കെട്ടിയിട്ട്. അപ്പുറത്തെ പോലെ തന്നെ ഇപ്പം ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നിറയെ വെള്ളമാണ്. അങ്ങനെ ഇത് കുടയൊക്കെ ചൂടി പോവുക കേട്ടോ. നല്ല വെയിലുണ്ട്. അവൾ ബാക്കിൽ വരുന്നുണ്ട്. അപ്പോൾ അവളെ കുടയാണ്, ഇതെന്തോ പിടിക്കാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ കുടയെല്ലാം ചൂടി ക്യാമറ നോക്കി ഇങ്ങനെ ഓരോന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ കോഴിക്കോട് ബസ് സ്റ്റാൻഡ് എത്തിയിട്ട് ഞങ്ങളിവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പം സ്ഥലമൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അവളെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് നോക്കണം. ഇത് ഇത്രയും കാലം വർക്കിംഗ് അല്ലായിരുന്നു, കുറച്ച് കാലമായിട്ടുള്ളൂ തോന്നിട്ടോ വർക്ക് ചെയ്തിട്ട്. അപ്പോൾ ഇത് അവളെ ഫ്രണ്ടിനെ വിളിക്കുകയാണ് എവിടെയാണ് സ്ഥലം നോക്കാൻ. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നതാണ്. നമുക്ക് ചെന്ന് നോക്കാം, എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ പാട് നേരെ ഈ സ്ഥലം കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ പിസ്സ കഴിക്കാൻ വേണ്ടിച്ച് വന്നാണ്. ഞങ്ങൾ അവിടെ കയറി നോക്കുമ്പോൾ ആരുമില്ല ഗൈസ്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് എന്താ ഇവിടെ ആരും ഇല്ലാത്തതെന്ന് വെച്ചാൽ അപ്പം പറഞ്ഞ് വൈകുന്നേരമാണ് അവരൊക്കെ വരിക. ഞങ്ങൾ ഉച്ചയ്ക്കായിട്ട് വന്ന 1 മണി എന്തോ ആയിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ പിസ്സ കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പിസ്സയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ആട്ടാണ് കാണുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ താരം വന്നു. ഇതിൻ്റെ പേര് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കാം. ആദ്യമായിട്ടായതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഇരുത്തുണ്ട് കേട്ടോ. കുറേ പിസ്സ കഴിക്കണം എന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഇത് അവസാനം ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരാവശ്യത്തിന് വേണ്ടി പോയാൽ പറഞ്ഞില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ ഈ ഷോപ്പ് കണ്ടുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ കയറി കേട്ടോ. അതിന് മുന്നേ ഞങ്ങൾ കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഈ പിസ്സേൻ്റെ ഷോപ്പ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ കയറി. പിന്നെ ഇത് ഒരു വെള്ളം കേട്ടോ വാങ്ങിയിട്ടുള്ളത് 7 അപ്പ് ആണ്. അപ്പോൾ ഞങ്ങൾ 2 സ്ട്രോ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിട്ടോ. ഇനി ഞങ്ങൾ നേരെ ഇതിൻ്റെ അടുത്താട്ടോ ഗോകുലം മോൾ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. എന്തായാലും കോഴിക്കോട് വന്നല്ലോ, അപ്പോൾ നമ്മൾ മൊത്തം ഒന്ന് എല്ലാവരുടെയും ചുറ്റി കാണണമല്ലോ, അങ്ങനെയാണല്ലോ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടെ എത്തി. അവിടുന്ന് കുറേ ഷോപ്പിലൊക്കെ കയറി. പിന്നെ അവിടെ അറിയാവുന്ന ഒരു ഏച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏച്ചീനെയൊക്കെ കണ്ടു. പിന്നെ കുറച്ച് സാധനം നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ഞങ്ങൾ വിചാരിച്ച സാധനം ഇല്ല. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വന്നിട്ട് ഓട്ടോ വിളിച്ച് ഞങ്ങൾ നേരെ SM പോവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ കോഴിക്കോട് വരെ വന്നില്ല. അപ്പോൾ എന്തായാലും ഫുള്ളൊന്ന് ചുറ്റി കറങ്ങാമെന്ന് വിചാരിച്ച് SM പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോയി. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ഓരോ ഷോപ്പിലൊക്കെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇവർക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ഷോപ്പിൽ കയറിയിട്ട് ഇവിടെ ഒരു ഭരണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പിടിച്ച് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ഞങ്ങൾ തിരിച്ച് പോവാം കേട്ടോ. ഇവിടെ നിന്ന് സ്നാപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് തിരിച്ച് നമ്മുടെ നാട്ടിലെത്തി. അപ്പം വീണ്ടും വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളെ കയ്യിലുണ്ട് കുറച്ചൊക്കെ. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. SM മൊത്തം ചുറ്റി നടന്ന് ഫുൾ കാലൊക്കെ വേദനയാണ് ഗൈസ്. കുറേ നടന്നു. ഇപ്രാവശ്യം നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ പോയപ്പോൾ എത്ര മണിക്കാണ് ഇവിടെ എത്തിയത്? നമ്മൾ 7 മണിയൊക്കെ. ഇപ്പോൾ സമയത്രേ? ഇപ്പം 5:45 ആയിക്കുള്ളൂ. കഴിഞ്ഞ ഞങ്ങൾ 7 മണിയാകുമ്പോൾ. അങ്ങനെ രാത്രി ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. ഇപ്രാവശ്യം നേരത്തെ എത്തി കേട്ടോ. അങ്ങനെ SM അങ്ങനെ ഇപ്രാവശ്യം അങ്ങനെ ഞങ്ങളെല്ലാ ഷോപ്പിലൊന്നും കയറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴുള്ള എത്ര ഷോപ്പുണ്ടോ മൊത്തത്തിലും കയറി ഇറങ്ങിയിട്ടാട്ടോ വന്നത്. എന്നിട്ടോ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിച്ചതുമില്ല. അപ്പം ഇപ്രാവശ്യം കുറച്ചെന്തോ കുറേ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതിന് അവർക്കൊക്കെ. അപ്പം അതൊക്കെ വാങ്ങിച്ച് ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഒന്നും എടുക്കാണ്ടിങ്ങ് പോന്നു. അത് കുറച്ച് ഷോപ്പിലായിട്ട് കയറിയുള്ളൂ. അങ്ങനെ നമ്മളിതാ വീണ്ടും ആ റെയിലിൻ്റെ സ്ഥലത്തെത്തി. ഇനി നമ്മൾ നടക്കണം. അപ്പോൾ ഗൈസ് ഇവിടെ എത്തി, ഫ്രഷായി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. 12 മണിക്ക് എന്തോ കഴിച്ച പിസ്സയാണ്. പിസ്സ മാത്രമേ ഞങ്ങൾ കഴിച്ചുള്ളൂ. അപ്പം ചോറ് കഴിക്കണം. ഫോൺ തീരെ ചാർജ് ഇല്ല. അപ്പോൾ ചാർജൊക്കെ ചെയ്ത് കേട്ടെ. അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. ബൈ.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ നേരം കഥ പറഞ്ഞ് അവിടെ ഇരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ ഫോണിൽ ചാർജൊക്കെ ആയി. ഇനിയിപ്പോൾ എൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ കാണല കേട്ടോ. ഹണ്ട് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്, അപ്പോൾ അത് കാണാൻ പോവാണ്. ഇനിയിപ്പോൾ സിനിമ കണ്ട് ഒരു 2 മണിക്കൂർ ഉണ്ടാവും ഈ സിനിമ. അപ്പോൾ അതൊക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്ക് തന്നെ ടൈം ആവും, ഉറങ്ങാൻ ടൈം ആവുണ്ടാവും. ഇപ്പോൾ തന്നെ സമയം 8 മണി കഴിഞ്ഞിട്ടോ. ഇതുവരെ ഫുഡൊക്കെ കഴിച്ച് കഥയൊക്കെ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ ഇപ്പം 8 മണി. സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ബാക്കി വീഡിയോ എടുത്തില്ല, എൻ്റെ വീഡിയോ എടുത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിൽ പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ഡേ. അപ്പോൾ ബൈ.